ഹായ് ഗായ്സ്, ഇതിപ്പോൾ വേനൽക്കാലമാണ്. വേനൽക്കാലം എന്ന് പറയുമ്പോൾ ചെടികളെല്ലാം പൂവിടുന്ന ഒരു സമയമാണ്. പൂവിട്ട് കായിട്ട് ഉണങ്ങി അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതിങ്ങനെ ഇതാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാട്ടുപൂക്കളെ കാണിച്ചു തരാം. കാട്ടുപൂക്കളും അതിൻ്റെ സൗന്ദര്യവും ഇതുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും ഒന്നും പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇതാണ് വയറ, നമ്മുടെ ആ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ചെടിയുടെ പൂവുണ്ട്. ഇതിനൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ജിപ്സം ഫ്ലവർ പോലെ ഇരിക്കും, കണ്ടിട്ടല്ലേ? നല്ല രസമുണ്ട്. അല്ല, ജിപ്സം ഫ്ലവറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാന്ന് വേണേൽ പറയാം. നല്ല രസം ഇതിങ്ങനെ പൂത്ത് കിടക്കുന്ന കാണാൻ. അത് കണ്ടിട്ട് ആരും വീട്ടിൽ കൊണ്ട് നടല്ല, പണി കിട്ടും. പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇത് കണ്ടോ, ഇത് നമ്മുടെ എന്തോ അതിൻ്റെ പേര്, പെരുമലം. പിന്നെ ഇത് പാണല. ഇതുണ്ട്, ഇത് പാണലിൻ്റെ കായ കേട്ടോ. നമ്മൾ പണ്ട് പറയത്തില്ലേ, തൊട്ട് മിണ്ടല്ലേ എന്നൊക്കെ. പിന്നെ ഇത് വന്നിട്ട് അനിച്ചകത്തിൻ്റെ പൂവ്. അനിച്ചകം നല്ല ഭംഗിയാണേ. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള പൂവാണ് അനിച്ചകത്തിൻ്റെ. ഉണ്ടോ, നടുക്ക് വശത്ത് ഉണ്ട് ആ ഒരു കളറും, ബ്രൗൺ പോലത്തെ ഒരു കളറും മഞ്ഞ. നല്ല രസമാണ് ഇതിങ്ങനെ പൂത്ത് കിടക്കുന്നത് കാണാം. പക്ഷേ ഇത് കണ്ടുകൊണ്ടൊന്നും ആരും വീട്ടിൽ കൊണ്ട് നടരുത്. ഇതിൻ്റെ ഇലയൊക്കെ ഞാൻ പണ്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടെന്ന് കേട്ടോ. ഇത് ഒരുമാതിരി ഒരു പുളിപ്പാണ്. ഇത് കണ്ട അനിച്ചകത്തിൻ്റെ മൊട്ട്. ഇത് നമ്മുടെ ധൃതരാഷ്ട്ര പച്ച. വേനൽക്കാലം ആകുമ്പോഴത്തേക്കിന് ചെടികളെല്ലാം പൂത്ത് കായ്ച്ച് വിത്തിട്ടിട്ട് അത് ഉണങ്ങിപ്പോവും. പിന്നെ മഴ വരുമ്പം അതിൻ്റെ വിത്തിൽ നിന്നും അടുത്ത ജനറേഷൻ ഉണ്ടാവും. ഇതൊക്കെ കണ്ടോ, ഉപ്പും താടി പോലത്തെ പൂവിൻ്റെ ഉണ്ടോ. അത്രയേ ഉള്ളൂ. ബൈ ബൈ.